ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് തുഷാർ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തുന്നത്. അവിടെ വെച്ച് BJP-ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. രാജ്യത്താകെ ക്യാൻസർ പടർന്നു പിടിച്ചിരിക്കുകയാണ്, ആ പടർന്നു പിടിക്കുന്നതിന് കാരണമായിരിക്കുന്നത് BJP ആണ് എന്ന വിമർശനമാണ് RSSനെ ചൊടിപ്പിക്കുന്നത്. ആ സംഭവത്തിനെ തുടർന്ന് RSS പ്രസംഗത്തിന് ശേഷം തന്നെ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുന്നു. അവിടെ നിന്ന് ആ പ്രസ്താവന പിൻവലിക്കണം എന്ന രീതിയിലൊരു പ്രതിഷേധമുയരുന്നു. എത്ര പ്രതിഷേധിച്ചാലും തന്റെ പ്രസ്താവനയിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് അവിടെ വെച്ച് തന്നെ തുഷാർ ഗാന്ധി തുറന്നു പറയുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതെ, മഹാത്മാഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നതുകൂടിയായിട്ട്. അപ്പോൾ RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇന്ന് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. വിഷയത്തിൽ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതെ, ഈ ഒരു വിഷയത്തിൽ DYFI അടക്കമുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ശക്തമായൊരു പ്രതിഷേധമാണ്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിൽ വേണ്ട, പ്രതികരിക്കുന്നവരെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തി അവരെ അടിച്ചമർത്തുവാൻ കേരളത്തിൽ നോക്കണ്ട എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞു വെക്കുന്നത്. അതെ, ആ റിപ്പോർട്ടിലേക്ക് ആദ്യം. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയ ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ അതിക്രമിക്കാൻ മുതിർന്ന RSS പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. 5 പേർക്കെതിരെയാണ് കേസ്. വിഷയത്തിൽ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളോട് വഴി തടയുന്നത് പോലുള്ള നീക്കങ്ങൾ അനുവദിക്കില്ല. മതേതര ജനാധിപത്യ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉയരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നത് എന്നുമുള്ള തുഷാർ ഗാന്ധിയുടെ പരാമർശത്തിലാണ് കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞുവച്ചത്. കടുത്ത പ്രതിഷേധമുണ്ടായിട്ടും തുഷാർ ഗാന്ധി പിൻവാങ്ങിയില്ല. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് ഗാന്ധിജിക്ക് ജയ് വിളിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. സംഭവത്തിൽ DYFI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.